നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു മാരത്തോൺ സെഷൻ. സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്കും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്ലാസ് കാണണം കൃത്യമായി. അതിനുശേഷം ഇതിനെ നോട്ട്സ് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2025 വരെ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ വിവിധ പരീക്ഷയിൽ ചോദിച്ച B2 ഫോറസ്റ്റ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്ക് അടങ്ങുന്ന OMR പരീക്ഷ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. ആദ്യം ഒരു പ്രീവിയസ് ഇയർ ചോദ്യം പറയുവാണ്. മാബ് എന്ന് പറയുന്നത് MABയുടെ പൂർണ്ണ രൂപം എന്ത് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വനം വന്യജീവി എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം പരീക്ഷാ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ വനനയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വനനയം എന്നറിയപ്പെടുന്ന വാക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ വനനയ പ്രകാരം ഈ പറയുന്ന ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിന്റെ 33%, അതായത് ആകെ ഭൂവിസ്തൃതിയുടെ 33% വനമായിരിക്കണം എന്ന് ഈ പറയുന്ന ഇന്ത്യൻ വനനയങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് വനപരിപാലനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം സിൽവി കൾച്ചർ ആണ്. വനപരിപാലനത്തിന്റെ ശാസ്ത്രീയമായ പേരെന്താണ്? സിൽവി കൾച്ചർ ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. മാബ് എന്നറിയപ്പെടുന്ന MABയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചാൽ മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ് മാബ് അല്ലെങ്കിൽ MABയുടെ പൂർണ്ണ രൂപം. മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. അപ്പൊ എന്താണ് ഈ മാബ് എന്നറിയപ്പെടുന്നത്? അതായത് ഞാനും നിങ്ങളും എല്ലാം മനുഷ്യരാണ് ആണല്ലോ. മനുഷ്യരും അവരുൾപ്പെടുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറ സ്ഥാപിക്കാൻ ലക്ഷ്യമാക്കി അന്താരാഷ്ട്ര തലത്തിലുള്ള പദ്ധതിയുടെ പേരാണ് മാബ് എന്നറിയപ്പെടുന്നത്. ഈ മാബ് പദ്ധതി ആരംഭിച്ച വർഷം 1971. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉറപ്പായി നിങ്ങൾ പഠിക്കണം. എന്താണ് മാബിന്റെ പൂർണ്ണരൂപം? മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണെന്ന് മാത്രം ഓർക്കുക. 1971 ഈ പറഞ്ഞ മാബ് പദ്ധതി ആരംഭിക്കുന്നത്. ഇനി നമ്മുടെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്ന ഒരു കണ്ടന്റ് ആണല്ലോ ദേശീയ ഉദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. ഈ നാഷണൽ പാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ പഠിക്കണം, പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ പഠിക്കണം, കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ പഠിക്കണം. അതെല്ലാം സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം നോട്ട്സ് നിങ്ങൾ ഉറപ്പായിട്ടും വായിക്കണം. നോട്ട്സ് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം മധ്യപ്രദേശാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശ് ആണെന്ന് ഓർക്കണം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ. ഇനി ദേശീയോദ്യാനമേ ഇല്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ദേശീയോദ്യാനം ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണല്ലോ. 5 നദികളുടെ നാടെന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തി പോകണം. ഇനി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ദേശീയോദ്യാനങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് അത് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്ക്. അപ്പൊ ലഡാക്ക് എന്നറിയപ്പെടുന്നതും ജമ്മു ആൻഡ് കാശ്മീർ എന്നറിയപ്പെടുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതിൽ ലഡാക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമുണ്ട്. അതിന്റെ പേര് സൗത്ത് ബട്ടൺ ആൻഡമാൻ ദേശീയോദ്യാനം എന്ന. അപ്പൊ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനം അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം അത് മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാ? അത് ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിലും. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ആൻഡമാൻ ദേശീയോദ്യാനം അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകാല വർഷ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പൊ നമുക്കറിയാം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് തുടങ്ങുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി തമിഴ്നാട്ടിലെ നീലഗിരിയിലാണല്ലോ എന്ത് അവസാനിക്കുന്നത്? പശ്ചിമഘട്ട മലനിരകൾ അവസാനിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കിയേ, പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 1992 ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ. അങ്ങനെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് ഏതാണ്, ശരിയായിട്ടുള്ളത് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങുമ്പം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലുണ്ട്. അപ്പൊ ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവയുണ്ട്, കർണാടകയുണ്ട്, കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇത്രയും സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ടം വ്യാപിച്ചിട്ടുള്ളത്. ഈ പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ശരിയാണ്. പശ്ചിമഘട്ടം എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ വെസ്റ്റേൺ ഘാട്ട് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദെൻ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 1992 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 2012 ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റില്ലയോ? ഓപ്ഷൻ ബി തെറ്റാണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ, അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും ഗുജറാത്തും മഹാരാഷ്ട്രയും കർണാടക മാത്രമല്ലല്ലോ, എന്തോ ചോദ്യകർത്താവ് ചോദിച്ചേക്കുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. എന്നീ സംസ്ഥാനങ്ങളിലൂടെ മാത്രമേ കടന്നു പോകുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്, എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ഗുജറാത്ത് മാത്രമല്ല, മഹാരാഷ്ട്ര മാത്രമല്ല, ഗോവ വരുന്നുണ്ട്, കർണാടക വരുന്നുണ്ട്, പിന്നെ കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ. കാരണം തമിഴ്നാടിലെ നീലഗിരിയിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന സ്ഥലം തമിഴ്നാട്ടിലെ നീലഗിരിയും, പശ്ചിമ തീരവും പൂർവ്വതീരവും കൂടിച്ചേരുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ്. രണ്ട് ചോദ്യമാണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ എന്നറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ പറയുന്ന ഓപ്ഷനിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാൽ 2012 ഇനി പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് റയർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മത്സര പരീക്ഷയിൽ ബി2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ 2024 2022 2024 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളുമാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാക്കാനുള്ള പ്രധാന കാരണം. ഇനി പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു മരമാണ് ചെങ്കുറിഞ്ഞി എന്നറിയപ്പെടുന്നത്. അതും മുൻകാല വർഷ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏത്? അപ്പം പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ നിങ്ങൾ കാണാം ചെങ്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ധാരാളം ഓപ്ഷൻ കാണും. അപ്പൊ ഇത് പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണത്തുള്ളൂ, അതാണ് ചെങ്കുറിഞ്ഞി. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഉറപ്പായിട്ടും എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന ബി2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ലോക പരിസ്ഥിതി ദിനങ്ങൾ. പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. ലോക തണ്ണീർത്തട ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. അപ്പൊ ലോക വന്യജീവി ദിനം അത് മാർച്ച് 3 ലോക വന്യജീവി ദിനം. ലോക വനദിനം എന്നാണ് ചോദിച്ചാൽ മാർച്ച് 21. ലോക ജലദിനം എന്നാണ് ചോദിച്ചാൽ അത് മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. ഈ 4 തീയതികളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ലോക വന്യജീവി ദിനം, ലോക തണ്ണീർത്തട ദിനം, ലോക വനദിനം, ലോക ജലദിനം, ലോക കാലാവസ്ഥാ ദിനം. പരീക്ഷ നാളെയാണ് അല്ലെങ്കിൽ പരീക്ഷ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നല്ല നമ്മൾ വേണം. പരീക്ഷ ഈ ക്ലാസ് കണ്ടതിന് ശേഷം പരീക്ഷയാണ് എന്ന ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ വായിച്ചിട്ട് പോകുന്നത്. പരീക്ഷ ഹാളിൽ കയറുമ്പം ഓരോ ചോദ്യത്തിലും നമ്മൾ പറഞ്ഞേക്കുന്ന ചോദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 20ൽ 20 കിട്ടും. ബാക്കിയുള്ള ടോപ്പിക്കിന്റെ കൂടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ റാങ്ക് മാറുകയാണ്. അപ്പൊ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക വന്യജീവി ദിനം ചോദിച്ചാൽ അത് മാർച്ച് 3. ലോക വനദിനം മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. ലോക കാലാവസ്ഥാ ദിനം
മാർച്ച് 23 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്നത് 2013-ലാണ്. ഓപ്ഷൻ ബി, കേരളത്തിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് വയനാട്. ഓപ്ഷൻ സി, പ്രോജക്റ്റ് എലഫന്റ് ആരംഭിച്ച വർഷം 1992-ലാണ്. ഓപ്ഷൻ ഡി, NDCA എന്നാൽ കടുവകളുടെ സെൻസസ് നടപടിക്രമങ്ങളാണ്. ഈ 4 ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഓരോ ജീവജാലങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രോജക്റ്റ് ടൈഗർ, പ്രോജക്റ്റ് എലഫന്റ്, പ്രോജക്റ്റ് റൈനോ തുടങ്ങിയിട്ടുള്ള പദ്ധതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്നത് 2013-ലാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് വയനാട്. കേരളത്തിൽ 2 പ്രധാനപ്പെട്ട കടുവാ സങ്കേതങ്ങളേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡീഷണൽ കണ്ടന്റ് പറയും. ഇപ്പൊ കേരളത്തിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലമാണ് വയനാട്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പ്രോജക്റ്റ് എലഫന്റ് ആരംഭിച്ച വർഷം 1992-ലാണ്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ദെൻ NDCA എന്ന് പറഞ്ഞാൽ കടുവകളുടെ സെൻസസ് നടപടിക്രമമല്ല. കടുവകളുടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കടുവകളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. NDCA എന്ന് പറഞ്ഞാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി അറിയപ്പെടുന്ന പേരാണ് NDCA. അപ്പൊ NDCA എന്ന് പറഞ്ഞാൽ എന്താ? കടുവകളുടെ സെൻസസ് നടപടിക്രമമല്ല. NDCA എന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയാണ്. ഇനി അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ജൂലൈ 29-നാണ് അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് നമ്മൾ ഓപ്ഷനിൽ നിന്ന് പഗ് മാർക്ക് എന്നറിയപ്പെടുന്ന ഒരു ടേം ഉണ്ട്. പഗ് മാർക്ക് കടുവകളുടെ സെൻസസ് നടപടിക്രമത്തെ അറിയപ്പെടുന്ന പേരാണ് പഗ് മാർക്ക്. കടുവകളുടെ സെൻസസ് എടുക്കുന്നത് 4 വർഷം കൂടുമ്പോഴാണ് പഗ് മാർക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മറക്കരുത്, ഒന്ന് നോട്ട് ചെയ്തേക്കുക. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റികളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മൾ ദിനങ്ങളെന്നറിയപ്പെടുന്ന മേഖല പഠിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമാണല്ലോ. മെയ് 22 എന്നാണെന്ന് ചോദിച്ചാൽ അത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. മെയ് 22. ഇതൊക്കെ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യതയുള്ളതാ. ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, ഈ ചോദ്യം നിങ്ങൾ ഈ പറയുന്ന ക്ലാസ് കണ്ട് ഇതിന്റെ നോട്ട്സ് വായിച്ച് അതിന്റെ ഈ പറയുന്ന OMR എക്സാം കൂടെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ സെറ്റ് ആവുക. അപ്പൊ മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൂലൈ 29 ചോദിച്ചാൽ അന്താരാഷ്ട്ര കടുവാ ദിനമാണ്. മാർച്ച് 3 എന്താണെന്ന് ചോദിച്ചാൽ ലോക വന്യജീവി ദിനം. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം, മാർച്ച് 3 ലോക വന്യജീവി ദിനം. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യതയുള്ള മേഖലയാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായും ഒരു മാർക്ക് കാണുന്ന ഒരു ഏരിയയാണ് കടുവകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കണ്ടന്റ്. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി എന്നറിയപ്പെടുന്ന NCTA 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് രൂപീകരിക്കുന്നത്. അപ്പൊ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ പ്രത്യേകത 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ചതാണ് ഏത്? ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി. ഈ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി നിലവിൽ വരുന്നത് 2006 സെപ്റ്റംബർ 4-നാണ്. അപ്പൊ 2006 സെപ്റ്റംബർ 4-ലാണ് ഈ പറഞ്ഞ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കുന്നത്. എന്താ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കടുവാ സങ്കേതങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താല്പര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അപ്പൊ ലക്ഷ്യങ്ങൾ ധാരാളമുണ്ട്. അതിലൊന്നാം ഒരു ലക്ഷ്യമാണെന്ത്? കടുവാ സങ്കേതങ്ങളുടെ സമീപത്ത് ഈ പറയുന്ന ഇന്ത്യയിലെ പല കടുവാ സങ്കേതങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ആ കടുവാ സങ്കേതങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താല്പര്യം സംരക്ഷിക്കുക എന്നത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. NCTA നിലവിൽ വന്നെന്ന 2006 സെപ്റ്റംബർ 4-ലാണ്. ഇനി ഈ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ എല്ലായ്പ്പോഴും കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ആയിരിക്കും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഭൂപേന്ദർ യാദവ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് ആണ്. സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ്. കോഴിക്കോട് ജില്ലയിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ എന്നറിയപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ AK ശശീന്ദ്രനെ ഒന്ന് ഓർത്തു വെക്കുക, ഭൂപേന്ദർ യാദവിനെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജീവി ഏത് എന്ന് ചോദിച്ചാൽ അത് ചീറ്റയാണ്. 1952. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന 1950, 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജീവി ഏത് എന്ന് ചോദിച്ചാൽ അത് ചീറ്റയാണ്. ദെൻ പ്രോജക്റ്റ് എലഫന്റ് എന്നത് എന്താണ്? നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ലക്ഷ്യമാക്കി കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എലഫന്റ്. ഈ പ്രോജക്റ്റ് എലഫന്റ് കണക്ട് ചെയ്യുമ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ആന സംരക്ഷണ റിസർവുകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് നിലമ്പൂർ മാത്രമല്ല, ബാക്കിയുള്ള 3 എണ്ണം ഉണ്ട്. ഒന്ന് വയനാട് ജില്ലയിലെ മുത്തങ്ങ എന്നറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ്. അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആനമുടി, കേരളത്തിലെ 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് ആനമുടി. അപ്പൊ ഈ പറയുന്ന 4 ആന സംരക്ഷണ റിസർവുകളെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അതിൽ പ്രധാനപ്പെട്ട ആന റിസർവ്, ഈ പറയുന്ന ആന സംരക്ഷണ റിസർവ് ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർ, പ്രധാനപ്പെട്ട ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം പറയുവാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഞാൻ ആൻസർ പറഞ്ഞങ്ങ് പോവാണ്. അതായത് ഓരോ സ്റ്റേറ്റ്മെന്റും നിങ്ങൾ നോക്കൂ. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതെന്ന് ചോദിച്ചാൽ അത് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. വനഭൂമി ഈ പറഞ്ഞ വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതെന്ന് ചോദിച്ചാൽ അത് 1980 ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന നിയമം. ഇപ്പോൾ ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, തെറ്റില്ല. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഈ 1980 വന സംരക്ഷണ നിയമമാണ്. അപ്പൊ വന സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന നിയമം 1980 വന സംരക്ഷണ നിയമമാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി ഈ പറഞ്ഞ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1980 ഒക്ടോബർ 25 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഈ പറയുന്ന 1980 വനസംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ഉണ്ട്. ദി ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബിൽ 2023. അത് ലോക്സഭ അംഗീകരിക്കുന്നത് 2023 ജൂലൈ 26. രാജ്യസഭ അത് അംഗീകരിക്കുന്നത് 2023 ഓഗസ്റ്റ് 2. പ്രസിഡന്റ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2023 ഓഗസ്റ്റ് 4. ദെൻ ഈ പറയുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ല് നിലവിൽ വന്നത് അതേ വർഷം 2023 ഡിസംബർ 1. ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ 2x കണ്ടോ ഈ വീഡിയോ? അതിനുശേഷം നോട്ട്സ് മസ്റ്റായിട്ടും വായിച്ചിരിക്കണം. നോട്ട്സ് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് മാത്രം വായിച്ചാൽ പോരാ, ക്ലാസ് മാത്രം കണ്ടാൽ പോരാ. ഇതിന്റെ ഒരു മോക്ക് എക്സാം, നിങ്ങൾക്ക് 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 100% കിട്ടാൻ വേണ്ടിയുള്ള ഒരു മോക്ക് എക്സാം ഉണ്ട്. OMR എക്സാം തന്നെയാണ്. അതിന് നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ എക്സാമും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് കണ്ടന്റിലൂടെ നമ്മൾ തരുന്നുണ്ട്. ഉഷാറായിട്ട് പഠിച്ചു പോകുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഈ ചോദ്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാ. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ശരിയാണ്.
കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986-ലാണ്. ഇനി ഈ പറയുന്ന 1986-ലെ വൃക്ഷ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വൃക്ഷ സംരക്ഷണ സമിതിയെ പറ്റി പറയും, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങളെ പറ്റിയൊക്കെ പറയും. അപ്പൊ കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986-ലാണ്. ഇനി ഈ പറഞ്ഞ കേരളത്തിൽ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് 1961-ലെ കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണ്. ശരിയാ, കേരളത്തിൽ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് 1961-ലെ കേരള ഫോറസ്റ്റ് ആക്ട് പ്രകാരമാണെന്ന് ഓർക്കണം. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കുന്ന ഒരു വർക്കിംഗ് പ്ലാൻ ഉണ്ടല്ലോ, ആ വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷമാണ്. റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. 2024-ലെ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച സാധനമായത്. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷം. അപ്പൊ പഗ്മാർക്ക് എന്നറിയപ്പെടുന്ന കടുവകളുടെ സെൻസസ് എടുക്കുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് എടുക്കുന്നത് 10 വർഷം കൂടുമ്പോഴാണല്ലോ. കാർഷിക സെൻസസ് എടുക്കുന്നത് 5 വർഷം കൂടുമ്പോഴാണല്ലോ. അപ്പൊ നമുക്ക് വേണ്ടത് വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇനി നമ്മൾ ഇന്ത്യൻ വന നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യൻ വന നിയമം 1927-ലെ ഇന്ത്യൻ വന നിയമത്തിൽ 13 ചാപ്റ്റർ ഉണ്ട്, 86 സെക്ഷനുകൾ ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇന്ത്യൻ വന നിയമം 1927 പ്രകാരമുള്ള 13 ചാപ്റ്ററുകളും 86 സെക്ഷനുകളും ഒന്ന് നോട്ട് ചെയ്തേക്കണം. അത് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് റിസർവ് വനം ഉണ്ടല്ലോ. ഈ റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് 1961 സെക്ഷൻ 19 പ്രകാരമാണ്. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം 1961-ലെ കേരള വന നിയമത്തിൽ ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 19 ആണ്. അതിന്റെ ആ ഒരു വിജ്ഞാപനം പ്രകാരമാണ് എന്ത് റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെക്ഷൻ 19 പ്രകാരമാണ് ചെയ്യുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952-ലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952-ലാണ്. ഈ വനനയത്തിന്റെ പ്രധാനപ്പെട്ട ശുപാർശകളിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 33% എന്തായിരിക്കണം? വനമായിരിക്കണം എന്ന് പറയുന്നത്. വനപരിപാലനത്തിന്റെ ശാസ്ത്രീയ നാമം സിൽവി കൾച്ചർ ആണ്. ഈ പറയുന്ന വനപരിപാലനം ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ് ചോദിച്ചാൽ പ്രൈമറി സെക്ടർ എന്നറിയപ്പെടുന്ന പ്രാഥമിക മേഖലയിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറഞ്ഞ വനസംരക്ഷണ സമിതി ഉണ്ട്. എന്തുവാ ഈ വനസംരക്ഷണ സമിതി എന്നറിയാലോ? വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന സമിതിയാണ് വനസംരക്ഷണ സമിതി. ഈ പറയുന്ന വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗമുണ്ട്. ഇപ്പൊ നോക്കൂ, നമ്മുടെ പ്രദേശം എടുക്കുക, കേരളം എന്നറിയപ്പെടുന്ന പ്രദേശം എടുക്കുക, തമിഴ്നാട് എടുക്കുകയാണ്. അപ്പൊ അവിടെയൊക്കെ വനസംരക്ഷണ സമിതികളുണ്ട്. ഈ പറയുന്ന വനങ്ങളെ സംരക്ഷിക്കുക അത് എന്റെ മാത്രം കടമയല്ല, നമ്മുടെ എല്ലാം ഈ പറഞ്ഞ ജനങ്ങളുടെ എല്ലാം കടമയാണ് എന്നൊരു ധാരണ എല്ലാ ജനങ്ങൾക്കും ഉണ്ടാക്കാൻ വേണ്ടി വനസംരക്ഷണ സമിതി ഫോം ചെയ്യും. ഈ വനസംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാകുന്നത് റേഞ്ച് ഓഫീസർ ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, ഈ പറയുന്ന വനപരിപാലനത്തിലാണല്ലോ, ജനപങ്കാളിത്തത്തിന് വേണ്ടിയാണല്ലോ ഈ പറയുന്ന വനസംരക്ഷണ സമിതിയൊക്കെ ഫോം ചെയ്യുന്നത്. ഈ പങ്കാളിത്ത വനപരിപാലനത്തിന് വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരമല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരിയെ ആണ് DFO. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരമല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി ആരാണ്? അത് DFO ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ദെൻ കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. ഇതും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുണ്ട്. ഈ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രങ്ങൾ, കേരളത്തിലെ കടുവാ സങ്കേതങ്ങളൊക്കെ നമ്മൾ എടുത്തു. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021-ലാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു വനമേഖലയെ, അത് ഇന്ത്യയിലെ ആയിക്കോട്ടെ കേരളത്തിലെ ആയിക്കോട്ടെ ഏത് പ്രദേശത്തെ ആയിക്കോട്ടെ, ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്.
ആ സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. ഇപ്പോൾ ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ളത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് 1927 ഇന്ത്യൻ വന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു മേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ളത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ദേശീയോദ്യാനമാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ള സംസ്ഥാനം ഏതാണ്, ദേശീയോദ്യാനമേ ഇല്ലാത്ത സംസ്ഥാനം ഏതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനോട് കൂടെ നിങ്ങൾ പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ദേശീയോദ്യാനമാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം. പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് ഈ ജിം കോർബേറ്റ് നാഷണൽ പാർക്കാണ്. 1936 ജിം കോർബേറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം മണിപ്പൂരിലെ കേബിൾ ലംജായുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ലോകത്തിലെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ. അത് മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്നത് ജിം കോർബേറ്റ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമാണ്. 1936 ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് ഇത് സ്ഥാപിതമായത്. ഈ ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യ പേരെന്താണ്? അത് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യ പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ഈ ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തെയാണ് രാംഗംഗ എന്നറിയപ്പെടുന്നത്. അപ്പൊ രാംഗംഗ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ജിം കോർബേറ്റ് ദേശീയോദ്യാനമാണല്ലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് ജിം കോർബേറ്റ് ദേശീയോദ്യാനമാണ്. ഇതൊക്കെ നിങ്ങളുടെ വായനയിൽ ഉൾപ്പെടുത്തുക. നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതെല്ലാം പഠിച്ചു, ഇതെല്ലാം റിവൈസ് ചെയ്തു, നിങ്ങൾ B2 ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതി ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടി. അതിന്റെ ഫിസിക്കൽ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു. അവസാനം നിങ്ങൾ അഡ്വൈസ് ലെറ്ററിലേക്ക്, നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വൈസ് ലെറ്റർ വരും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരും. അതിനുശേഷം നിങ്ങൾ സർവീസ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സൈൻ ചെയ്യാൻ വേണ്ടി പോകും. ആ പോകുന്ന സമയത്ത് എന്നോട് പറയേണ്ട, ഈ ക്ലാസ് എല്ലാം നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യം കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണം. നിങ്ങൾ ഇതെല്ലാം, അതായത് പരീക്ഷ നല്ലതുപോലെ പാസ്സായി, നിങ്ങൾ പരീക്ഷ നല്ലതുപോലെ പെർഫോം ചെയ്തു, ഫിസിക്കൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തു, റാങ്ക് ലിസ്റ്റ് വന്നു, വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അഡ്വൈസ് അപ്പോയിന്റ്മെന്റ് എല്ലാം കിട്ടി. നിങ്ങൾ ആദ്യമായിട്ട് പോവല്ലോ സർവീസ് ബുക്കിൽ ഒപ്പിടാൻ വേണ്ടി പോവല്ലോ. സർവീസ് ബുക്കിൽ ഒപ്പിടാൻ പോകുമ്പം നിങ്ങൾ ആരെ ആയിരിക്കും ആദ്യം വിളിക്കുക? ഞാൻ നാളെ സർവീസ് ബുക്കിൽ ഒപ്പിടാൻ പോവാ, അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ എങ്കിൽ ആദ്യം നിങ്ങൾ ആരെയായിരിക്കും വിളിക്കുന്നത്? ഒരിക്കലും ഒരു അധ്യാപകന്റെ പേര് പറയണ്ട. നിങ്ങൾ ആരാണ്? നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ, അതോ അമ്മയാണോ, അച്ഛനാണോ? എല്ലാവരെയും കൂടി ഒരുമിച്ചല്ല, ആദ്യം ആരെയാണ് വിളിക്കുന്നത്? അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം വരേണ്ടത് അദ്ദേഹം ആയിരിക്കണമല്ലോ. ഒന്നുകിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിതയായിരിക്കാം, അല്ലെങ്കിൽ കാമുകനായിരിക്കാം, ആരും ആയിക്കോട്ടെ. അപ്പൊ ആരെയാണ് ആദ്യം വിളിച്ചു പറയുന്നത് എനിക്ക് അഡ്വൈസ് ആയി, ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ പോവാ എന്ന് നിങ്ങൾ ഗസ് ചെയ്യുന്ന ആരാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണം. എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് വേണ്ടത് ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം. 1936 സ്ഥാപിതമായി ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിൽ. ഈ പറഞ്ഞ ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യ പേര് നമ്മൾ പറഞ്ഞല്ലോ, ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. രാംഗംഗ എന്നറിയപ്പെടുന്നത് ജിം കോർബേറ്റ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനം അത് ജിം കോർബേറ്റ് ദേശീയോദ്യാനമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈ നഗരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. പരീക്ഷാ ചോദ്യമാണ്. ഗിണ്ടി നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചെന്നൈ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് ഫ്രാൻസിസ് ഡേ ആണ്. പുതുച്ചേരി നഗരത്തിന്റെ ശില്പി ആരും ചോദിക്കും, അത് ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. അപ്പൊ ചെന്നൈ നഗരത്തിന്റെ ശില്പി ഫ്രാൻസിസ് ഡേയും പുതുച്ചേരി നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർട്ടിൻ. അപ്പൊ ഗിണ്ടി നാഷണൽ പാർക്ക് ചെന്നൈ നഗരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവികളാണ് സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. സഹ്യപർവ്വത നിര എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? പശ്ചിമഘട്ട മലനിരയെ തന്നെയാണ് സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത്. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായിട്ട് മാത്രം കാണപ്പെടുന്ന ജീവി എന്ന് വെച്ചാൽ, തദ്ദേശീയമായിട്ടെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജീവികളാണ് ഈ പറഞ്ഞ സിംഹവാലൻ കുരങ്ങ്, വരയാട്, കരിങ്കുരങ്ങ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. അടുത്ത ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ
IUCN നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ IUCN പ്രസിദ്ധീകരിക്കുന്ന റെഡ് ലിസ്റ്റ്, റെഡ് ഡേറ്റ ബുക്ക് എന്നൊക്കെ പറയത്തുമല്ലോ, ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എൻഡാഞ്ചേർഡ് അല്ലെങ്കിൽ അപകടാവസ്ഥയാണ്. അപ്പൊ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക എന്ന് വെച്ചാൽ റെഡ് ഡേറ്റ ബുക്ക് എന്നാ പറയുന്നത്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? IUCN ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ IUCN പ്രസിദ്ധീകരിക്കുന്ന റെഡ് ഡേറ്റ ബുക്കിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം, പല പല വിഭാഗത്തിൽ ക്ലാസിഫൈ ചെയ്യും ഓരോ ജീവജാലങ്ങളെ. ഏഷ്യൻ ആനയുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ അപകടാവസ്ഥ അല്ലെങ്കിൽ എൻഡാഞ്ചേർഡ് ആണ് എന്ന് മാത്രം ഓർക്കുക. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ട എന്താ? എല്ലാ പ്രസ്താവനകളും ശരിയാ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് IUCN-ഉമായി ബന്ധപ്പെട്ട് റെഡ് ഡേറ്റ ബുക്ക് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് ഇത് തരംതിരിച്ചേക്കുന്നത്? അതായത് വന്യജീവി ഈ പറയുന്ന എവിടെ ആയിക്കോട്ടെ, ഈ ലോകരാജ്യത്തെ വന്യജീവികളുടെ നിലനിൽപ്പിനെ നേരിടുന്ന അല്ലെങ്കിൽ വന്യജീവികളുടെ നിലനിൽപ്പ് അത് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വന്യജീവികളെ എന്തായിട്ട് എത്ര വിഭാഗമായിട്ട് 9 വിഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 9 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ പറയുന്ന IUCN-ന്റെ റെഡ് ഡേറ്റ ബുക്കിൽ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഏഷ്യൻ ആന എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ 9 വിഭാഗത്തിൽ എൻഡാഞ്ചേർഡ് അല്ലെങ്കിൽ അപകടാവസ്ഥ എന്നറിയപ്പെടുന്ന കാറ്റഗറിയിലാണ്. ദെൻ മലബാർ സിവറ്റ്, മലബാർ വെരുക് എന്നറിയപ്പെടുന്ന ഒരു ജീവവർഗമുണ്ട്. ഈ മലബാർ വെരുക് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഈ പറഞ്ഞ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് സ്പീഷീസ് ഉൾപ്പെടുന്ന ഒരു ജീവിയാണെന്ന് കൂടി ഓർക്കുക. ഈ പറയുന്ന മലബാർ വെരുകുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് സിവറ്റോൺ എന്ന് പറയും. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ പറയും കസ്തൂരി മാനിൽ നിന്ന് കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മലബാർ വെരുകിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ടൈമാണ് സിവറ്റോൺ. ഇപ്പൊ മലബാർ സിവറ്റ് അല്ലെങ്കിൽ മലബാർ വെരുക് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞ ഗുരുതര വംശനാശ ഭീഷണി ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഈ പറയുന്ന ഈ ഏഷ്യൻ ആന എന്തുവാ? ഏഷ്യൻ ആനയുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ എൻഡാഞ്ചേർഡ്. പക്ഷേ മലബാർ വെരുക് എന്നറിയപ്പെടുന്ന മലബാർ സിവറ്റ് ഏത് കാറ്റഗറിയിലാണ്? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് സ്പീഷീസിലാണ് എന്ന് മാത്രം ഓർക്കുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. IUCN-ന്റെ റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് എൻഡാഞ്ചേർഡ് ഉൾപ്പെടുന്നതാണ്, ലീസ്റ്റ് കൺസേൺ ഉൾപ്പെടുന്നതാണ്, വൾണറബിൾ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ എ ആണ് ഉൾപ്പെടാത്തത്. അപ്പം നോട്ട് ത്രട്ടൻഡ് എന്ന് പറഞ്ഞൊരു വിഭാഗം എവിടില്ല? IUCN-ന്റെ ഈ റെഡ് ഡേറ്റ ബുക്കിലില്ല. ബാക്കിയുള്ള 9 വിഭാഗം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 9 വിഭാഗം എന്ന് പറഞ്ഞാൽ എൻഡാഞ്ചേർഡ് ഒരു വിഭാഗമാണ്, ലീസ്റ്റ് കൺസേൺ എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ്, വൾണറബിൾ എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ്. അങ്ങനെ 9 വിഭാഗമുണ്ട്. ഈ 9 വിഭാഗങ്ങളിൽ നോട്ട് ത്രട്ടൻഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഇല്ല. അതുകൊണ്ട് തന്നെ IUCN-ന്റെ റെഡ് ഡേറ്റ ബുക്കിൽ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നോട്ട് ത്രട്ടൻഡ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഒരു മാർക്കായിട്ട് വരുന്ന കാറ്റഗറിയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതായത് വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. വന്യജീവി സംരക്ഷണ നിയമം 1972 ആണല്ലോ. ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമം 1972 പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളെ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നറിയപ്പെടുന്നത്. നിലവിൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലെ ദാബൂക്ക് അല്ലോക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ്. നിലവിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലെ മിക ഡോക്രയാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആകെ നിലവിൽ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡിലാണ്. 148 കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്. 2ാം സ്ഥാനം മേഘാലയാണ്, 74 കമ്മ്യൂണിറ്റി റിസർവുകളുണ്ട്. ഇന്ത്യയിലെ ആകെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം 220 ആണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്തേക്കണം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം ഏതാ? അത് നാഗാലാൻഡ്. 2ാം സ്ഥാനം ആർക്കാണ്? മേഘാലയയാണ്. മേഘാലയ എന്നറിയപ്പെടുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മേഘാലയ എന്നറിയപ്പെടുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ഷീബ പ്രസാദ് ചാറ്റർജിയാണ്. മേഘാലയ എന്നറിയപ്പെടുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. ദെൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 1986 ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്ന നീലഗിരി
ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്നത്. 2012 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെന്ററിൽ ഉൾപ്പെടുത്തിയ ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് അത് രാജാജി രാഘതി ബയോസ്ഫിയർ റിസർവ് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ രാജാജി രാഘതി ബയോസ്ഫിയർ റിസർവിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ റിസർവ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാ? അത് 1986 നിലവിൽ വന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിനെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ വർഷം 2012 അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ പോവുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ നോക്ക്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ശരിയാണ്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറാണ്. കേരളത്തിലേക മയിൽ സങ്കേതമാണല്ലോ ചൂലന്നൂർ എന്നറിയപ്പെടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ഒരു മിടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. അപ്പൊ ആൻസറായിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ ടോപ്പിക് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട വസ്തുതയാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് കുറിഞ്ഞിമല. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് കുറിഞ്ഞിമലയാണ്. ഇനി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? ഇതിൽ നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കിയേ. വേൾഡ് ലൈഫ് സാങ്ച്വറി ആണോ, നാഷണൽ പാർക്കാണോ, റിസർവ് ഫോറസ്റ്റ് ആണോ, കമ്മ്യൂണിറ്റി റിസർവ് ആണോ? ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് റിസർവ് ഫോറസ്റ്റ്. അപ്പൊ സംരക്ഷിത പ്രദേശങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ഉൾപ്പെടാത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ആണ് ഈ പറയുന്ന സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാ. കേരളത്തിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാ? അത് ഇരവികുളം ദേശീയോദ്യാനമാണല്ലോ. കേരളത്തിൽ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാ. ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം സ്ഥിതി ചെയ്യുന്നത്. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല ഒക്കെ നിലവിൽ വന്ന വർഷം ഉൾപ്പെടെ നിങ്ങൾ പഠിക്കണം. 2003 നിലവിൽ വന്നത്. അപ്പൊ അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ. അതൻ ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നിലമ്പൂരാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ കേരളത്തിൽ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. കേരളത്തിൽ ആദ്യത്തെ ടൈഗർ റിസർവ്. കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് കരിമ്പുഴയാ. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ടൈഗർ റിസർവ് ഏതാ? അത് പെരിയാർ ടൈഗർ റിസർവ് ആണ്. കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് കരിമ്പുഴയാണ്. ദെൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണല്ലോ ആനമുടി. അത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാറാണ്. കേരളത്തിൽ അവസാനമായിട്ട് രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരവികുളമാണ്. ഇനി നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയയാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് അല്ലെങ്കിൽ നീലഗിരി ജൈവ മണ്ഡല റിസർവ്. ഇന്ത്യയിൽ ആദ്യത്തെ ജൈവ മണ്ഡല റിസർവ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പറയുന്ന നീലഗിരി ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തുന്നത് 2012 നീലഗിരി ദേശീയോദ്യാനം അല്ലെങ്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിനെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ നാഗർഹോള ദേശീയോദ്യാനം ഈ പറയുന്ന നീലഗിരി ജൈവ മണ്ഡല റിസർവിന്റെ ഭാഗമാണ്. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലം കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഈ പറയുന്ന നീലഗിരിയിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ അല്ലെങ്കിൽ ജൈവ മണ്ഡല റിസർവിന്റെ പ്രത്യേകതകളിൽ പെടാത്തതേത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ കണ്ടന്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം, വായിക്കണം. ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് അത് തെന്മലയിലാണ്. അപ്പൊ ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് 2008 കൊല്ലം ജില്ലയിലെ തെന്മലയിലാണല്ലോ ഫോം ചെയ്തത്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ ഹണി ബി ഫ്ലോറ പാർക്ക് സ്ഥാപിതമായത് അത് മാവേലിക്കരയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സാഞ്ചുറി അതായത് ചിത്രശലഭ സങ്കേതം സ്ഥാപിതമായത്
ആറളമാണ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് 2008 കൊല്ലം ജില്ലയിലെ തെന്മലയിൽ സ്ഥാപിതമായി. കേരളത്തിൽ ആദ്യത്തെ ഹണി ബി ഫ്ലോറ പാർക്ക് സ്ഥാപിതമായത് മാവേലിക്കരയിലാണ്. കേരളത്തിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ചിത്രശലഭ സങ്കേതം സ്ഥാപിതമായത് ആറളമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ആവർത്തിക്കുന്നു, ഈ ക്ലാസ് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ഉറപ്പ് തരുന്നു, ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ തരുന്ന നോട്ട്സ് നിങ്ങൾ വായിക്കണം. അതിനുശേഷം എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.